നല്ല ബുക്സ് ഉണ്ടോ വായിക്കാൻ എന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നു, പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്നാ പിടിച്ചോ. ഫസ്റ്റ് ബുക്ക് ഇസ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഇത് ബ്രയാൻ ട്രേസിയുടെ ബുക്കാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 21 മെത്തേഡ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. വളരെ നല്ല ബുക്കാണ്. എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റിയുടെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ് കേട്ടോ. ഇതൊക്കെ സെൽഫ് ഹെൽപ്പ് ബുക്കിൻ്റെ കീഴിൽ വരുന്ന കാറ്റഗറി ഓഫ് ബുക്സ് ആണ്. ഈ കണ്ടന്റിനകത്ത് വരുന്നത് ഓരോന്നും പരേറ്റോ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, ABCD മെത്തേഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം, നമ്മളെങ്ങനെ ടാസ്ക് ചങ്കിങ് ചെയ്യേണ്ടത് എന്നുള്ള നമ്മുടെ സ്ഥിരം മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറയുന്ന ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ബുക്ക്. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് കിസ് ദാറ്റ് ഫ്രോഗ്. ഓക്കെ, ഇതും ബ്രയാൻ ട്രേസിയുടെ തന്നെ ബുക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പോസിറ്റീവ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ നോക്കിക്കാണുന്ന ആംഗിൾ ഉണ്ടാവുമല്ലോ, ആ ആംഗിളിനെ കുറച്ചും കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അതിൻ്റെ ഒരു 12 മെത്തേഡ്സ്, 12 മെത്തേഡ്സ് പറയുന്ന ബുക്കാണ് കിസ് ദാറ്റ് ഫ്രോഗ്. ഇത് രണ്ടും ഒരേ റൈറ്ററിൻ്റെ ബുക്കാണ്. ഭയങ്കര രസമുള്ള ബുക്കുകളാണ്. അപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഒരു നല്ലൊരു ബുക്ക് വായിച്ചു തുടങ്ങണം, സ്റ്റഡീസിലും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയിൽ ഫോക്കസിലൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വായിക്കാൻ പറ്റുന്ന 2 ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗും കിസ് ദാറ്റ് ഫ്രോഗും.